പ്രണയമഴ ഭാഗം 13. ഭക്ഷണം എടുക്കട്ടെ? അമ്മ അതിശയത്തോട് ചോദിച്ചു. ശ്യാം കസേര വലിച്ച് ഇരുന്നു. അമ്മയും അനിയത്തിയും തമ്മിൽ നോക്കി. അവരുടെ മുഖത്ത് ചെറിയൊരു ആശ്വാസം ഉണ്ടായിരുന്നു. കുറച്ചു നേരം മിണ്ടാതെ ഇരുന്നു. ഭക്ഷണം കഴിച്ച ശേഷം ശ്യാം പതിയെ പറഞ്ഞു, നാളെ ഞാൻ മീരയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകും. ആ വാക്ക് കേട്ടതും അമ്മയുടെ മുഖം തെളിഞ്ഞു. അത് നല്ല കാര്യമാണ് മോനെ. അനിയത്തി അവനെ നോക്കുക മാത്രം ചെയ്തു. അപ്പോൾ ഇനി കാര്യങ്ങൾ പെട്ടെന്ന് നടത്താം, അമ്മ പറഞ്ഞു. ആളുകളെ ഒന്നും വിളിച്ച് വലിയ കല്യാണമൊന്നും വേണ്ട. ക്ഷേത്രത്തിൽ വെച്ച് താലി കെട്ടിയാൽ മതി. മറ്റു ചടങ്ങുകളൊന്നും വേണ്ട. ശ്യാം ഒന്നും മിണ്ടിയില്ല. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കൈ കഴുകി പിന്നെ പതിയെ മുകളിലേക്ക് നടന്നു. അവന്റെ മുഖം ശാന്തമായിരുന്നു. പക്ഷേ അവന്റെ മനസ്സിന്റെ ഏറ്റവും ആഴത്തിലുള്ള ഒരിടത്ത് ഭദ്ര എന്ന പേരുണ്ടായിരുന്നു. രാത്രി ഏറെ കഴിഞ്ഞിട്ടും ശ്യാമിന് ഉറക്കം വന്നില്ല. ബെഡിൽ കൈ തലയ്ക്ക് പിന്നിൽ വെച്ച് കിടന്നുകൊണ്ട് അവൻ മേലത്തെ സീലിംഗിലേക്കായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ കണ്ണുകൾ അവിടെയായിരുന്നെങ്കിലും മനസ്സ് മുഴുവൻ ഭദ്രയുടെ അടുത്തായിരുന്നു. എന്തിനാ? ആ ചോദ്യം മാത്രം വീണ്ടും അവന്റെ മനസ്സിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. എത്ര ശ്രമിച്ചാലും ഭദ്രയുടെ മുഖം ഓർമ്മയിൽ നിന്നും മായുന്നില്ല. അവൾ കരയുന്നത്, ചിരിക്കുന്നത്, പേടിച്ചു നിൽക്കുന്നത് എല്ലാം ഇപ്പോഴും മനസ്സിൽ അതേ വ്യക്തതയോടെ നിറഞ്ഞു നിന്നു. ഭദ്ര സുന്ദരിയായിരുന്നു മീരയേക്കാൾ, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഭദ്രയിൽ എന്ത് കുറവാണ് താൻ കണ്ടത്? ഒരു കുഞ്ഞില്ലാത്തത്? അതുപോലും ആരുടെ പ്രശ്നമാണെന്ന് അന്ന് വ്യക്തമായിട്ടില്ല. തനിക്കാണോ ഭദ്രയ്ക്കാണോ എന്ന് ഒരിക്കൽ പോലും ശരിയായി പരിശോധിച്ചിട്ടുമില്ല. എന്നിട്ടും എപ്പോഴും കുറ്റം കേട്ടത് ഭദ്രയ്ക്കായിരുന്നു. അവളുടെ കണ്ണുനീർ പോലും താൻ കാണാത്തതായി നടിച്ചു. അവൾ വേദനയെ മനസ്സിലാക്കാൻ ശ്രമിച്ചില്ല. കുഞ്ഞില്ല, അത് തങ്ങൾക്കിടയിൽ ഒരു പ്രശ്നമേ ആയിരുന്നില്ല. ഇന്ന് മീര ഗർഭിണിയാണ്. അതെന്റെ കുഞ്ഞാണ്. അപ്പോ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് ഉറപ്പായി. ഇനി ഒരു കുഞ്ഞിന്റെ അമ്മയാകാൻ സാധിക്കുമായിരുന്നില്ലേ ഭദ്രയ്ക്ക്? ഇനി അഥവാ അങ്ങനെയാണെങ്കിൽ പോലും ഉപേക്ഷിക്കുമായിരുന്നോ താൻ അവളെ? അറിയില്ല. എപ്പോഴോ മനസ്സിൽ കയറിയ ഒരു തെറ്റായിരുന്നു മീര. ഇന്ന് ആ തെറ്റ് തന്റെ ജീവിതത്തിലെ ഒരു ഭാഗമാകാൻ വേണ്ടി വന്നു നിൽക്കുകയാണ്. അതോർക്കുമ്പോൾ സങ്കടം വരുന്നുണ്ട്. അവൻ കണ്ണുകൾ മുറുക്കി അടച്ചു. ഇനി എന്താ ചെയ്യേണ്ടത്? മീര ഭദ്രയെ പോലെയല്ല. മീരയ്ക്ക് അവളുടെ ഇഷ്ടങ്ങൾക്ക് മാത്രമാണ് പ്രാധാന്യം. മറ്റുള്ളവരുടെ വേദനയെക്കുറിച്ച് ചിന്തിക്കുന്ന സ്വഭാവം അവൾക്കില്ലെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. മീര ഇപ്പോൾ കാണിക്കുന്ന ഈ സ്നേഹവും കരുതലും എത്രത്തോളം സത്യമാണ് എന്ന് അറിയില്ല. ഒരു പക്ഷേ ഒരു കാര്യം മാത്രം ഉറപ്പായിരുന്നു, ഇന്നത്തെ അവസ്ഥ മുഴുവൻ താനായിട്ട് വരുത്തി വച്ചതാണ്. അതോർത്തതും ശ്യാമിന്റെ നെഞ്ചിൽ വീണ്ടും ഒരു ഭാരം തോന്നി. അവൻ പതിയെ കണ്ണുകൾ തുറന്ന് മറുവശത്തേക്ക് തിരിഞ്ഞു കിടന്നു. പുറത്ത് ചെറുതായി മഴ പെയ്യുന്ന ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. അതേസമയം വൈകുന്നേരം ഡ്യൂട്ടി കഴിഞ്ഞ് ഭദ്ര വീട്ടിലേക്ക് വരികയായിരുന്നു. ഉച്ച കഴിഞ്ഞപ്പോൾ സംഗീത ടീച്ചറമ്മയുടെ വീട്ടിൽ വന്ന് അവളുടെ സാധനങ്ങളെല്ലാം കൊണ്ട് അവളുടെ വീട്ടിലേക്ക് പോയിരുന്നു. അവളുടെ അച്ഛൻ കൊണ്ടുപോകാനായിട്ട് വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്കാണ് ഭദ്ര വന്നത്. ബസ് ഇറങ്ങി നടന്നു വരുമ്പോൾ മുഖത്ത് പതിവ് പോലെ ആ പ്രകാശമൊന്നും ഇല്ലായിരുന്നു. കണ്ണുകൾ പോലും ക്ഷീണിച്ചു പോയ പോലെ. ഗേറ്റിനടുത്ത് പതിവ് പോലെ ടീച്ചറമ്മ നിൽക്കുന്നത് കണ്ടതും അവൾ ഒരു ചെറു പുഞ്ചിരി വരുത്താൻ ശ്രമിച്ചു. എന്തുപറ്റി മോളെ? ടീച്ചറമ്മയുടെ ശബ്ദത്തിൽ തന്നെ വാത്സല്യം നിറഞ്ഞിരുന്നു. ഒന്നുമില്ല ടീച്ചറമ്മേ, അവൾ പറഞ്ഞെങ്കിലും അവളുടെ ശബ്ദത്തിലെ വേദന വ്യക്തമായിരുന്നു. ടീച്ചറമ്മ അവളുടെ മുഖത്തേക്ക് കുറച്ചു നിമിഷം നോക്കി നിന്നു. എന്തോ എന്റെ കുട്ടിയുടെ മനസ്സിൽ വലിയൊരു വിഷമമുണ്ട്. ആ വാക്കുകൾ കേട്ട നിമിഷം ഭദ്രയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. അവൾ പെട്ടെന്ന് ടീച്ചറമ്മയെ ചേർത്ത് പിടിച്ചു. ആ തോളിലേക്ക് ചാഞ്ഞു. ആ ഒരൊറ്റ നിമിഷം താൻ എത്ര തളർന്നിരിക്കുകയാണ് എന്ന് അവൾക്ക് തന്നെ മനസ്സിലായി. അപ്പോഴാണ് മുറ്റത്ത് ഒരു കാറ് കിടക്കുന്നത് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അവളൊന്ന് മാറി നിന്ന് ടീച്ചറമ്മയുടെ മുഖത്തേക്ക് നോക്കി. ടീച്ചറമ്മ നിറഞ്ഞ പുഞ്ചിരിയോടെ നിൽക്കായിരുന്നു. ആരാ ടീച്ചറമ്മേ? ഗസ്റ്റ് ഉണ്ടോ? ഭദ്ര അതിശയത്തോടെ ചോദിച്ചു. ഗസ്റ്റ് അല്ല, നീ വാ. ടീച്ചറമ്മ അവളുടെ കൈ പിടിച്ച് അകത്തേക്ക് നടന്നു. ലിവിംഗ് റൂമിലേക്ക് കയറുന്ന നേരം സോഫയിൽ ഇരിക്കുന്ന ആളെ കണ്ടതും ഭദ്രയുടെ മുഖത്ത് പുഞ്ചിരി വിരിഞ്ഞു. രൂപേഷിടാ, അവൾ സന്തോഷത്തോടെ വിളിച്ചു. എപ്പോഴും വന്നേ? ഉച്ചയ്ക്കെത്തി, ചിരിച്ചുകൊണ്ട് രൂപേഷ് പറഞ്ഞു. എന്തുപറ്റി? രൂപേഷ് ഭദ്രയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. ടീച്ചറമ്മയുടെ മോളുടെ മുഖത്ത് ഇന്നൊരു വാട്ടമുണ്ടല്ലോ. അവൻ പറഞ്ഞതും ഭദ്ര ചിരിക്കാൻ ശ്രമിച്ചു. പക്ഷേ ചിരി തെളിച്ചമില്ലാത്തതായിരുന്നു. അവൾ പതിയെ ടീച്ചറമ്മയെ നോക്കി. ടീച്ചറമ്മയ്ക്ക് എല്ലാം മനസ്സിലായെന്ന പോലെ അവളെ നോക്കുകയായിരുന്നു. എന്തുവാ എന്റെ മോൾക്ക് പറ്റിയത്? കാച്ചി വഴക്ക് പറഞ്ഞതാണോ കാരണം? ടീച്ചറമ്മ ശാന്തമായി ചോദിച്ചതും ഭദ്ര ഞെട്ടി അവരെ നോക്കി. ടീച്ചറമ്മയ്ക്ക് എങ്ങനെ എങ്ങനെ അറിഞ്ഞു? അവൾ അതിശയത്തോടെ ചോദിച്ചു. അത് കേട്ട് ടീച്ചറമ്മ ചിരിച്ചു.
സംഗീത വന്നപ്പോ പറഞ്ഞു. ഭദ്രയുടെ മുഖം ഒന്ന് ചുളിഞ്ഞു. അവളോ? ആ അതെ. ടീച്ചറമ്മ സ്നേഹത്തോടെ അവളുടെ മുടിയിൽ തലോടി. എന്റെ കൊച്ചിനെ ആരെങ്കിലും വേദനിപ്പിച്ചാ ഞാൻ അറിയാതിരിക്കുവോ? ആ വാക്കുകൾ കേട്ട നിമിഷം ഭദ്രയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. രൂപേഷ് ഇതെല്ലാം മിണ്ടാതെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതെയോ? അവൻ ചെറിയൊരു ചിരിയോടെ ചോദിച്ചു. ഡോക്ടർ സാറ് വഴക്ക് പറഞ്ഞോ? ഭദ്ര പതിയെ സോഫയിലേക്ക് ഇരുന്നു കൊണ്ട് ഒരു ദീർഘനിശ്വാസം ഇട്ടു. അതെ, പക്ഷെ എന്തിനാണെന്ന് ഇപ്പോഴെനിക്ക് മനസ്സിലായിട്ടില്ല. അവളുടെ ശബ്ദത്തില് വേദന നിറഞ്ഞിരുന്നു. അത്രയും ദേഷ്യപ്പെട്ടു. അവൾ പറഞ്ഞതും വീണ്ടും ആ സംഭവങ്ങളെല്ലാം മനസ്സിലേക്ക് വന്നു. എല്ലാവരുടെയും മുന്നില് കാശി ദേഷ്യപ്പെട്ടത്, ആ വാക്കുകള്, ആ കണ്ണുകള്, അത് ഓർമ്മ വന്നതും അവളുടെ തൊണ്ടയിൽ സങ്കടം നിറഞ്ഞു. ടീച്ചറമ്മ അവളെ അടുത്തേക്ക് വലിച്ചിരുത്തി. കുഞ്ഞി പിള്ളേർ പോലെയാ നീ, സ്നേഹത്തോടെ അവർ പറഞ്ഞു. ആരെങ്കിലും 2 വാക്ക് പറഞ്ഞ ഉടനെ മനസ്സിലിട്ട് കരഞ്ഞു നടക്കും. ഭദ്ര മുഖം ചൊളിച്ച് ടീച്ചറമ്മയുടെ തോളിലേക്ക് ചാഞ്ഞു. ഞാൻ കരഞ്ഞതൊന്നുമല്ല, അവൾ കുഞ്ഞിനെ പോലെ പറഞ്ഞു. ആ, കണ്ണ് മുഴുവൻ ചുവന്ന് വീർത്തിട്ട് ഇരിക്കുക, എന്നിട്ട് പിന്നെയും പറയുക കരഞ്ഞില്ലെന്ന്. ടീച്ചറമ്മ പറഞ്ഞതും രൂപേഷ് ചിരിച്ചു. രൂപേഷ് ഭദ്രയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. പക്ഷേ ഒരു കാര്യമുണ്ട്. നിന്നെ നോക്കിയാൽ തന്നെ മനസ്സിലാവും നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും ഭദ്ര അവനെ കണ്ണുരുട്ടി നോക്കി. രൂപേഷേട്ടാ, സത്യാണ്, അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. കാശി ദേഷ്യപ്പെട്ടതിന്റെ പരിഭവം പറഞ്ഞു കഴിഞ്ഞതും ടീച്ചറമ്മ ഭദ്രയുടെ കവിളിൽ ഒന്ന് തലോടി. മതി മതി, ഇനി എന്റെ മോളുടെ മുഖം വാടിയിരിക്കുന്നത്, സ്നേഹത്തോടെ പറഞ്ഞുകൊണ്ട് അവർ അവളെ ചേർത്ത് പിടിച്ചു. മോള് ചെന്ന് ഫ്രഷ് ആയിട്ട് വാ, അപ്പോഴേക്കും ഈ സങ്കടം എല്ലാം മാറും. നല്ല ചൂട് ദോശയും ചമ്മന്തിയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഇവനെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടാക്കിയതാ, ടീച്ചറമ്മ രൂപേഷിനെ നോക്കി പറഞ്ഞു. വേഗം പോയിട്ട് വാ പെണ്ണെ, ഒരുമിച്ച് കഴിക്കാം. ഞാൻ നിന്നെ വെയിറ്റ് ചെയ്യായിരുന്നു, ഇനിയും കാത്തിരിക്കാൻ എനിക്ക് പറ്റില്ല കേട്ടോ. അമ്മേ, ഇവൾക്ക് വേണ്ടെങ്കിൽ വേണ്ട, അമ്മ എനിക്ക് എടുക്ക്. അവൻ വഴക്ക് പറഞ്ഞു എന്ന് പറഞ്ഞ് കരഞ്ഞിരിക്കട്ടെ, രൂപേഷ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ട് ഭദ്ര ഞാൻ പെട്ടെന്ന് വരാം എന്ന് പറഞ്ഞ് പടികൾ കയറിപ്പോയി. ഭദ്ര പോകുന്നത് നോക്കി നിന്ന ടീച്ചറമ്മയുടെ മുഖത്ത് ഒരു ചെറു ആശങ്കയുണ്ടായിരുന്നു. കാശിക്ക് ഇപ്പോൾ കുറച്ച് ദേഷ്യം കൂടുതലുണ്ടെന്ന് തോന്നുന്നു രൂപേഷ്, അവർ പതിയെ പറഞ്ഞു. എപ്പോഴും എന്റെ മോളുടെ മേലാണ് ആ ദേഷ്യം തീർക്കുന്നത് എന്ന് ഞാൻ കാണുന്നുണ്ട്. രൂപേഷ് ഒന്ന് ചിരിച്ചു. അത് വേണ്ട എന്ന് നീ തന്നെ പറഞ്ഞേക്ക്, ടീച്ചറമ്മ പറഞ്ഞു. അമ്മ തന്നെ പറഞ്ഞാ മതി, ഞാൻ പറയില്ല. അവന്റെ സ്വഭാവം നമുക്കറിയാലോ. എനിക്ക് വയ്യ, നാളെ ഞാൻ അവനെ കാണാൻ പോകുന്നുണ്ട്. അമ്മ അന്വേഷിച്ചതായി വേണമെങ്കിൽ പറയാം. ആ, അത് മതി, ടീച്ചറമ്മ പറഞ്ഞു. വീണ്ടും രണ്ടുപേരും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴേക്കും ഭദ്ര കുളി കഴിഞ്ഞ് ഫ്രഷായി താഴേക്ക് വന്നു. മുഖത്തെ ക്ഷീണം അല്പം മാറിയിരുന്നു. മുടി പകുതി നനഞ്ഞു കിടക്കുന്നു. സിമ്പിൾ കുർത്തി ധരിച്ചിരിക്കുന്നത് കൊണ്ട് അവൾക്ക് ഒരു കുട്ടിത്തം തോന്നുന്നുണ്ടായിരുന്നു. എന്നാ കഴിച്ചാലോ, ടീച്ചറമ്മ ചോദിച്ചതും ഭദ്ര തലയാട്ടി. കഴിക്കാം. 3 പേരും ഡൈനിങ് ഏരിയയിലേക്ക് നടന്നു. അവിടെ ശാന്തചേച്ചി എല്ലാം എടുത്തു വയ്ക്കുന്ന തിരക്കിലായിരുന്നു. അയ്യോ, നമ്മുടെ ഭദ്രമോളെ കണ്ടില്ലാന്ന് പറഞ്ഞിരിക്കായിരുന്നു ഞാൻ. എപ്പോഴാ വന്നേ? ശാന്തചേച്ചി സ്നേഹത്തോടെ ചോദിച്ചു. വന്നിട്ട് കുറച്ചു നേരമായി. അതെങ്ങനെയാ കാണുന്നത്? വന്നപ്പോ മുതല് കരച്ചിലല്ലേ, രൂപേഷ് കളിയാക്കി പറഞ്ഞു. ഭദ്ര പെട്ടെന്ന് അവനെ നോക്കി കണ്ണുരുട്ടി. രൂപേഷേട്ടാ, പക്ഷേ അവൻ നിർത്തിയില്ല. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ പോലെ ടീച്ചർ എന്നെ വഴക്ക് പറഞ്ഞോ, ടീച്ചർ എന്നെ പിച്ചി തല്ലി എന്നൊക്കെ പറയുന്ന പോലെ. അവൻ ഭദ്രയെ നോക്കി ചിരിച്ചു. ഇവിടെ വന്നത് മുതല് കാശി സാറ് എന്നെ വഴക്ക് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു നടക്കുകയാ. അത് കേട്ട് ടീച്ചറമ്മയ്ക്കും ചിരി വന്നു. ടീച്ചറമ്മേ, എന്നെ കളിയാക്കുന്നു, ഭദ്ര മുഖം ചൊളിച്ചു പറഞ്ഞു. മതിയടാ എന്റെ കൊച്ചിനെ കളിയാക്കിയത്, ടീച്ചറമ്മ രൂപേഷിനെ തമാശയായി ശാസിച്ചു. അതിനുശേഷം അവരുടെ സംസാരവും ചിരിയും കളിയും ഒക്കെയായി ഭക്ഷണം കഴിച്ചു. ഇത്രയും നേരമുണ്ടായിരുന്ന സങ്കടം മാറി ഭദ്രയുടെ മുഖത്ത് ചെറിയൊരു സന്തോഷം തെളിഞ്ഞിരുന്നു. ഭക്ഷണം കഴിഞ്ഞ് എല്ലാവരും വീണ്ടും ഹാളിലേക്ക് വന്നതും ഭദ്ര പെട്ടെന്ന് പുറത്തേക്കിറങ്ങി. എവിടേക്കാ പോണേ, ടീച്ചറമ്മ ചോദിച്ചെങ്കിലും അവൾ കേട്ടില്ല. നേരെ ഗാർഡനിലേക്കാണ് അവൾ നടന്നത്. ചെടിത്തോട്ടത്തിലേക്ക് കാല് വെച്ച നിമിഷം തന്നെ അവളുടെ മുഖം മുഴുവൻ തെളിഞ്ഞു. ഓരോ ചെടിയുടെയും അടുത്തേക്ക് പോയി അവൾ സ്നേഹത്തോടെ നോക്കി. പുതിയതായി വിരിഞ്ഞ പൂക്കള്, മഴത്തുള്ളികൾ വീണ ഇലകള്, ചെറുതായി കുലങ്ങുന്ന തണ്ടുകള് എല്ലാം കണ്ടുകൊണ്ട് അവൾ പതിയെ നടന്നു. ഇത്ര നേരം മനസ്സിൽ കിടന്ന സങ്കടം അല്പാൽപമായി അകന്നു പോകുന്നത് പോലെ തോന്നി അവൾക്ക്. അപ്പോഴേക്കും ടീച്ചറമ്മയും രൂപേഷും പുറത്തേക്കിറങ്ങി. അവള് എന്താ ഇത്ര നോക്കുന്നത്, രൂപേഷ് ചോദിച്ചു. ടീച്ചറമ്മ ചിരിച്ചു. ഇതെല്ലാം അവള് നട്ടു വളർത്തിയതാ. രാവിലെയും വൈകിട്ടും ഇവിടെയൊന്നും വന്ന് നോക്കിയില്ലെങ്കിൽ എന്റെ മോൾക്ക് സമാധാനം ഉണ്ടാവില്ല, ടീച്ചറമ്മ പറഞ്ഞു. ഭദ്ര അത് കേട്ട് ചെറുതായി ചിരിച്ചു. അത് ശരിയാ,
അവൾ ഒരു റോസാപ്പൂവ് തലോടിക്കൊണ്ട് പറഞ്ഞു. രാവിലെ എഴുന്നേറ്റാലും പുറത്തേക്ക് പോകുന്നതിന് മുമ്പും രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പും ഇവ കാണണം. പിന്നെ അവൾ ഒന്ന് നിർത്തി. നമുക്ക് എന്തെങ്കിലും സങ്കടം ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് നിന്നാ മതി, സങ്കടം പകുതി മാറും. ആ വാക്ക് കേട്ടപ്പോ ടീച്ചറമ്മ അവളെ സ്നേഹത്തോടെ നോക്കി. ഇപ്പൊ എന്താ എന്റെ മോൾക്ക് ഇത്ര സങ്കടം? രൂപേഷ് ചോദിച്ചു. ആ കാശി വഴക്ക് പറഞ്ഞതാണെങ്കിൽ പോയി പണി നോക്കാൻ പറയാം. അവൻ തമാശയായി പറഞ്ഞതും ഭദ്ര ചിരിച്ചു. അത് ചേട്ടൻ തന്നെ പറഞ്ഞാ മതി. ടീച്ചറമ്മ പറഞ്ഞിട്ടുണ്ട് ചേട്ടന്റെ കൂട്ടുകാരനാണെന്ന്. ആണോ? രൂപേഷ് അഭിനയിച്ച് കൈ ചുരുട്ടി. എന്റെ പെങ്ങളെ ആരാ വഴക്ക് പറയുന്നതെന്ന് എനിക്കൊന്നും അറിയണമല്ലോ. അത് കേട്ട് ഭദ്ര പൊട്ടിച്ചിരിച്ചു. ആ ചിരിയോടെ ആ മുറ്റം മുഴുവൻ വീണ്ടും ജീവൻ കിട്ടിയതുപോലെ തോന്നി. 3 പേരും ഗാർഡനിലൂടെ പതിയെ നടന്നുകൊണ്ട് സംസാരിച്ചും ചിരിച്ചും സമയം ചെലവഴിച്ചു. സന്ധ്യയായപ്പോൾ വിളക്ക് കത്തിക്കാനായി ടീച്ചറമ്മ പൂജാമുറിയിലേക്ക് നടക്കുമ്പോൾ പിന്നിൽ ഒരു കുഞ്ഞിനെ പോലെ ഭദ്രയുണ്ടായിരുന്നു. കയ്യിൽ എണ്ണക്കുപ്പിയും തിരിയും എടുത്ത് ടീച്ചറമ്മ പറയുന്നതെല്ലാം ശ്രദ്ധിച്ച് കേട്ടുകൊണ്ട് അവൾ പിന്നാലെ നടന്നു. ആ കാഴ്ച കണ്ടു നിന്ന രൂപേഷിന് ചിരി വന്നു. ഇവളെ കണ്ട ശരിക്കും കുഞ്ഞാണെന്നേ തോന്നു, അവൻ മനസ്സിൽ പറഞ്ഞു. പിന്നെ കയ്യിലെ ഫോൺ എടുത്ത് കാശിയെ വിളിച്ചു. റിങ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കോൾ എടുത്തത്. ഹലോ. അപ്പോഴത്തു നിന്ന് കാശിയുടെ ശബ്ദം കേട്ടു. പക്ഷേ ആ ശബ്ദത്തിൽ ഒരു കുഴപ്പമുണ്ടായിരുന്നു. വാക്കുകൾ ചെറുതായി ഇടറുന്നത് പോലെ. രൂപേഷ് നെറ്റി ചൊളിച്ചു. നീ എവിടെയാ കാശി? ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങാറായോ? അപ്പുറത്ത് കുറച്ചു നിമിഷം മിണ്ടാതെ എന്നു. പിന്നെ ഒരു ചിരി. ഞാൻ ഇറങ്ങി മോനെ, ഇപ്പൊ ഒരു ബാറിലാണ്. അത് കേട്ടതും രൂപേഷ് ഒന്ന് നിന്നു. എന്ത്? ബാറിലോ? ഹാ മോനെ, ലൈഫ് അടിപൊളിയാ, കാശി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആ ശബ്ദം കേട്ടപ്പോൾ തന്നെ രൂപേഷിന് മനസ്സിലായി അവൻ നന്നായി മദ്യപിച്ചിട്ടുണ്ടെന്ന്. എടാ പുല്ലേ, നീ എവിടെയാണെന്ന് പറയേ, ഞാൻ അങ്ങോട്ട് വരാം. അതിന് നിനക്ക് ഇപ്പോ അവിടെ നിന്ന് ഫ്ലൈറ്റ് കിട്ടുമോ ഇങ്ങോട്ട് വരാൻ? കാശി ചിരിച്ചുകൊണ്ട് ചോദിച്ചു. എടാ മണ്ട, എനിക്ക് ഫ്ലൈറ്റും കിട്ടി, ഞാൻ നാട്ടിലും എത്തി, രൂപേഷ് അല്പം ദേഷ്യത്തോടെ പറഞ്ഞു. അത് കേട്ട് അപ്പുറത്ത് കുറച്ചു നിമിഷം നിശബ്ദമായി. നീ നാട്ടിലെത്തിയോ? കാശിയുടെ ശബ്ദം പതുക്കെയായി. അതെ, നിന്നോട് പറയാൻ ഞാൻ വിളിച്ചിരുന്നു ഒരുപാട് തവണ, പക്ഷെ നീ ഫോൺ എടുത്തില്ല. ഇപ്പൊ പറയ്, നീ എവിടെയാണെന്ന്? അപ്പുറത്ത് നിന്ന് വീണ്ടും കുഴഞ്ഞുകൊണ്ടുള്ള ഒരു ശബ്ദം. ഞാനിപ്പോ അങ്ങോട്ട് വരാം, രൂപേഷ് പറഞ്ഞു. വേണ്ട വേണ്ട വേണ്ട, ഞാൻ അങ്ങോട്ട് വന്നോളാം. നീ ഒരു 10 മിനിറ്റ് അവിടെ തന്നെ നിൽക്ക്, ഞാൻ എത്താം. ഈ അവസ്ഥയിൽ നീ ഡ്രൈവ് ചെയ്യേണ്ട കാശി, രൂപേഷ് കടുപ്പിച്ചു പറഞ്ഞു. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഐ ആം പെർഫെക്റ്റ്. കാശി ചിരിക്കുകയായിരുന്നു. അപ്പുറത്ത് കസേര നീങ്ങുന്ന ശബ്ദം കേട്ടു. അവൻ എഴുന്നേറ്റുവെന്ന് രൂപേഷിന് മനസ്സിലായി. എടാ കാശി, നീ ഒരുപാട് കുടിച്ചിട്ടുണ്ട്, മിണ്ടാതെ അവിടെ ഇരിക്കെ. പക്ഷെ അടുത്ത നിമിഷം, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന്, കാശി പെട്ടെന്ന് അലറി. രൂപേഷ് പിന്നെ മിണ്ടിയില്ല. അവനേക്കാൾ കൂടുതൽ വാശിക്കാരനാണ് കാശി എന്ന് രൂപേഷിന് നന്നായി അറിയാം. അപ്പോഴേക്കും കോള് കട്ടായി. ഈശ്വര, രൂപേഷ് തലയിൽ കൈവച്ചു. ആ തല്ലിപ്പൊളി കുടിച്ച് വണ്ടി ഓടിക്കാൻ പോവുകയാണോ? ഇനി അതെങ്ങാനും എന്റെ തലയിലാകുമല്ലോ, സ്വയം പറഞ്ഞുകൊണ്ട് അവൻ മുറ്റത്തേക്കിറങ്ങി. മഴ ചെറുതായി ഒന്ന് കുറഞ്ഞിരുന്നു. ഗേറ്റിനടുത്തേക്ക് നടന്ന് റോഡിലേക്ക് നോക്കി നിന്നു. ഇടയ്ക്കിടെ ഫോൺ നോക്കും, വീണ്ടും റോഡിലേക്ക് നോക്കും. അവൻ കാണിക്കുന്നതെല്ലാം കണ്ടുനിന്ന ടീച്ചറമ്മ ഒടുവിൽ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. നീ എന്താ രൂപേഷെ ഇങ്ങനെ ഗേറ്റ് നോക്കി നിൽക്കുന്നത്? രൂപേഷ് ഒന്ന് തിരിഞ്ഞു നോക്കി. അമ്മേ, നിങ്ങളുടെ പ്രിയപ്പെട്ട കാശിനാഥൻ ഇപ്പൊ ബാറിൽ നിന്നും എന്നെ കാണാൻ വരാനിറങ്ങുകയാണെന്ന്. എന്ത്? ടീച്ചറമ്മയുടെ മുഖം മാറി. അവൻ കുടിച്ചിട്ടുണ്ടോ? കുടിച്ചിട്ടുണ്ടോന്നോ? പകുതി ബാറ് കുടിച്ചിട്ടുണ്ടാവും. അത് കേട്ടതും ടീച്ചറമ്മയുടെ മുഖത്ത് ആശങ്ക നിറഞ്ഞു. ഈ ചെക്കൻ്റെ ഒരു കാര്യം. അപ്പോഴേക്കും പൂജാമുറിയിൽ നിന്നും ഭദ്രയും പുറത്തേക്ക് വന്നു. ആരുടെ കാര്യാ ടീച്ചറമ്മേ? അവൾ ചോദിച്ചു. ടീച്ചറമ്മ മറുപടി പറയുന്നതിന് മുമ്പ് രൂപേഷ് ചിരിച്ചു. നിന്റെ കാശി സാറിന്റെ കാര്യാ. ആ പേര് കേട്ട നിമിഷം ഭദ്രയുടെ മുഖത്ത് ചിരി ചെറുതായി മങ്ങി. എന്തു പറ്റി? അവൾ ചോദിച്ചു. ഏയ് ഒന്നുമില്ല, ടീച്ചറമ്മയുടെ മോൻ ബാറിൽ ഇരിക്കുമായിരുന്നു ഇത്രയും നേരം, ഇപ്പോ ഇങ്ങോട്ട് പോന്നിട്ടുണ്ട്, രൂപേഷ് തമാശ പോലെ പറഞ്ഞതും ഭദ്രയുടെ നെഞ്ചിലൂടെ ഒരു പേടി മിന്നിപ്പോയി. കുടിച്ചിട്ടുണ്ടോ? അവൾ പതുക്കെ ചോദിച്ചു. അവൾ പിന്നെ ഒന്നും മിണ്ടിയില്ല. പക്ഷെ ആ നിമിഷം മുതൽ അവളുടെ കണ്ണുകൾ ഇടയ്ക്കിടെ ഗേറ്റിലേക്ക് നീളാൻ തുടങ്ങി. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ട്, ലേറ്റായി എന്നാൽ ഇട്ടിട്ടുണ്ട്. ഇതെല്ലാവരും ചിലപ്പോൾ കാണുന്നത് രാവിലെ ആയിരിക്കും. എന്തായാലും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ.
ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.